കീമിൻ്റെ ഒന്നാം ഘട്ട മെഡിക്കൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഫൈനൽ റിസൾട്ട് വന്നിട്ടുണ്ട്. കിട്ടിയ ആളുകൾ നിർബന്ധമായിട്ടും കോളേജിൽ പോയി ജോയിൻ ചെയ്യണം. ദെൻ കോളേജിൽ പോയി ജോയിൻ ചെയ്യുന്നതിനൊരു പ്രോസസ്സും പ്രൊസീജിയറുണ്ട്, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കീമിൻ്റെ സൈറ്റിൽ നിന്ന് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇന്ന കോളേജിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കാണിക്കുന്ന അലോട്ട്മെൻറ്റ് മെമ്മോ അത് ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ നിർബന്ധമാണ്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ ഡേറ്റ ഷീറ്റ് ഉണ്ടാവും, അതും ഡൗൺലോഡ് ചെയ്തെടുക്കുക. നീറ്റ് അഡ്മിറ്റ് കാർഡും നീറ്റിൻ്റെ സ്കോർ കാർഡും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതും എടുത്ത് കയ്യിൽ സൂക്ഷിച്ച് വെക്കുക. ഇതിൻ്റെ എല്ലാം ഒരു 4-5 കോപ്പി കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. ദെൻ 10th സർട്ടിഫിക്കറ്റ്, 12th സർട്ടിഫിക്കറ്റ്, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, TC, ഈ സർട്ടിഫിക്കറ്റിന് പുറമെ നിങ്ങളുടെ നേറ്റിവിറ്റി, അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്താണോ അതുണ്ടാവുക. ദെൻ അതുപോലെ അതോടൊപ്പം തന്നെ കൂട്ടത്തിൽ നിർബന്ധമായിട്ട് വേണ്ട നിങ്ങളുടെ പാസ്ബുക്ക് ഉണ്ടായിരിക്കണം, ബാങ്ക് അക്കൗണ്ടിൻ്റെ. ദെൻ പാരൻസിൻ്റെ എന്താ പറയുക പാൻ കാർഡ് ഉണ്ടാവുക, നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാവുക, ഫോട്ടോഗ്രാഫ് കയ്യിൽ കരുതുക. ദെൻ വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഹാജരാക്കുമ്പോൾ അത് അസിസ്റ്റൻറ്റ് മെഡിക്കൽ ഓഫീസർ പദവിയിൽ കുറയാത്ത ആളുകൾ സൈൻ ചെയ്തതായിരിക്കണം, ഗവൺമെൻറ് ഡോക്ടർമാരായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കാത്ത പ്രൈവറ്റിൽ നിന്ന് കൊണ്ടുപോയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം നിങ്ങൾ ഈ ഡോക്യുമെൻ്റ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ദെൻ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫിൻ്റെ കാര്യത്തിൽ കളർ ഫോട്ടോഗ്രാഫ് ഒരു 8ാമത്തിൽ കുറയാത്ത കയ്യിൽ വെക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതിൻ്റെ എല്ലാം ഒരു 4-5 കോപ്പി കയ്യിൽ വെക്കുക. ആവശ്യമായ കോപ്പികൾ സെപ്പറേറ്റ് നിങ്ങൾ കോളേജിൽ കൊടുക്കേണ്ടതില്ലാത്ത ഒരു 2-3 കോപ്പി നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാൻ ഉണ്ടാവുകയും ചെയ്യണം. ഇതാണ് ഡോക്യുമെൻറ്റുകൾ വേണ്ടത്. അഫിഡവിറ്റ് ഒരെണ്ണമുണ്ട്, അതൊന്ന് ആൻറ്റി റാഗിങ് അഫിഡവിറ്റാണ്. അത് 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറാണ്. അത് ഫസ്റ്റ് പാർട്ടി സ്റ്റുഡൻറ്റും സെക്കൻഡ് പാർട്ടി കോളേജുമായിട്ടാണ് കൊണ്ടുപോകേണ്ടത്. അത് വാങ്ങി കയ്യിൽ വെക്കുക. ദെൻ അതുപോലെ തന്നെ ഒരു അണ്ടർടേക്കിംഗ് വേണ്ടതുണ്ട് സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ കാര്യത്തിന്. അപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ ഫീസ് കൂടാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ ഫീസ് ഞങ്ങൾ തരാൻ തയ്യാറാണ് എന്ന് കാണിക്കുന്ന ഒരു അണ്ടർടേക്കിംഗ് കൊടുക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ 500 രൂപയുടെ ഒരു സ്റ്റാമ്പ് പേപ്പർ കയ്യിൽ വാങ്ങിയാൽ മതി. അതുകൊണ്ടാണ് നിങ്ങൾ പോവേണ്ടത്. ദെൻ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഡോക്യുമെൻറ്റിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കോളേജുകളുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഡോക്യുമെൻറ്റുകളുടെ ഒരു ലിസ്റ്റ് അവർ നിങ്ങൾക്ക് അയച്ചു തരും. ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അത് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കണം ആ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ കൊണ്ടുപോവുക. ഇനി ഫീസിൻ്റെ കാര്യത്തിൽ സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ ഫീസ് നമ്മൾ കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ വഴി അടയ്ക്കേണ്ടതില്ല. കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ വഴി അടയ്ക്കേണ്ടത് ഗവൺമെൻറ് കോളേജുകളിൽ സീറ്റ് കിട്ടിയ ആളുകളാണ്. അത് അതിൽ പറഞ്ഞിട്ടുള്ള ഫീസ് ഓൺലൈനായിട്ട് അടയ്ക്കുക. ദെൻ സെൽഫ് ഫിനാൻസ് കോളേജിലാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്, കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാം വഴി അടയ്ക്കേണ്ടതില്ല. ഇനി കോളേജിൽ അടക്കുമ്പോൾ കോളേജിൽ കൃത്യമായിട്ട് DD ആയിട്ട് ചെല്ലാനാണ് പറയുക, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ട്രാൻസ്ഫറാണ് പറയുക. ട്രാൻസ്ഫറിനുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ഓരോ കോളേജും അവിടെ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ കോളേജിനെ കോൺടാക്ട് ചെയ്തിട്ട് അത് അന്വേഷിച്ച് തേടി പിടിച്ചെടുത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് DD ആയിട്ട് കൊണ്ടുപോകാം. അപ്പോൾ DD ആയിട്ട് കൊണ്ടുപോകുമ്പോൾ എത്ര കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഓരോ കോളേജിൻ്റെയും ട്യൂഷൻ ഫീസിൽ കോമൺ ആയിട്ട് ചില കോളേജുകളിൽ ഒരേ ടൈപ്പ് വരുന്ന, ചില കോളേജുകളിൽ ഫീസ് വ്യത്യാസമുണ്ട്. ദെൻ കരുണ മെഡിക്കൽ കോളേജിലും MESലും ഉള്ളത് ഒരേപോലത്തെ ഫീസല്ല. അപ്പോൾ ഏതാണ് ആ ട്യൂഷൻ ഫീ എന്നുള്ളത് എടുത്ത് ആ ട്യൂഷൻ ഫീയുടെ DD എടുക്കുക. ഇനി ട്യൂഷൻ ഫീ മാത്രമല്ല, ഇപ്പോൾ MESൽ ട്യൂഷൻ ഫീക്ക് പുറമെ കോഷൻ ഡെപ്പോസിറ്റും അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീയും വ്യത്യാസമുണ്ട്. സ്പെഷ്യൽ ഫീ ചില കോളേജുകളിൽ 75,000-76,000 ആണെങ്കിൽ ചില കോളേജിൽ 1,10,000 1 ലക്ഷം വരെയൊക്കെ ഉണ്ട്. ദെൻ അത് ഏതാണോ കോളേജുകൾക്ക് അനുസരിച്ച് ആ ഫീസ്. DD എടുക്കുമ്പോൾ ട്യൂഷൻ ഫീ മാത്രമല്ല കോഷൻ ഡെപ്പോസിറ്റും അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീയും ഒന്നിച്ച് ചേർത്താണ് ചില കോളേജുകൾ പറയുന്നതെങ്കിൽ ചില കോളേജുകൾ ഹോസ്റ്റൽ ഫീ കൊടുക്കണം. അപ്പോൾ കരുണയിൽ ഹോസ്റ്റൽ ഫീ നിങ്ങൾ ഈ DDയിൽ ഉൾക്കൊള്ളിച്ച് വേണം കൊണ്ടുപോകാൻ. 10 ലക്ഷത്തിൻ്റെ അടുത്താവും. കോഷൻ ഡെപ്പോസിറ്റിൻ്റെ കാര്യം അതിൽ പറയുന്നില്ല. ദെൻ MESൽ നിങ്ങൾ കൊടുക്കേണ്ടത് ട്യൂഷൻ ഫീയും അതുപോലെ തന്നെ കോഷൻ ഡെപ്പോസിറ്റും ദെൻ അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീയുമാണ്. ഇതൊക്കെ കൂടി ചേർത്ത് 9 ലക്ഷത്തിനടുത്ത്. അപ്പോൾ കോളേജുകൾ കോൺടാക്ട് ചെയ്താൽ ഏതൊക്കെയാണ് DD ആയിട്ട് ഉണ്ടാവേണ്ടത്, എങ്ങനെയാണ് ഫീസ് കൊണ്ടുപോകേണ്ടതെന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞുതരും. അത് അന്വേഷിച്ച് അതിനനുസരിച്ച് DD തയ്യാറാക്കി കൊണ്ടുപോകുക, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി ട്രാൻസ്ഫർ ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. ദെൻ ഗവൺമെൻറ് കോളേജുകളുടെ ഫീസ് നമ്മൾ കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ വഴി അടച്ച് കഴിഞ്ഞാൽ പോലും കോളേജിൽ അടക്കേണ്ട പാരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെയും കോഷൻ ഡെപ്പോസിറ്റും മറ്റ് അല്ലറ ചില്ലറ ഫീസുകളും ഉണ്ടാവും. അത് നിങ്ങളൊരു 19,000 രൂപ അക്കൗണ്ടിൽ കയ്യിൽ വെച്ച് കൊണ്ടുപോകുന്നത് നല്ലതാണ്. അക്കൗണ്ടിൽ ഉണ്ടായിക്കോട്ടെ, അത് ആവശ്യമുള്ളത് കൊടുക്കുക. വലിയ ഫീസൊന്നും ഉണ്ടാവില്ല. ഈ ഫീസ് കൊണ്ടാണ് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടത്. ഡോക്യുമെൻറ്റുകളുടെ കാര്യം ഞാൻ പറഞ്ഞു. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ ജോയിൻ ചെയ്യേണ്ട ടൈം സെപ്റ്റംബർ 5 വരെയാണ്. സെപ്റ്റംബർ 5 വരെ വേറെ ഒന്നും നമ്മൾ ഓൺലൈനിൽ ചെയ്യാനില്ല. നിങ്ങൾ ചെയ്യേണ്ടത്
ഫീസ് അടക്കൽ മാത്രം. ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ ഫീസ് അടക്കൽ മാത്രമാണ് ഓൺലൈൻ ചെയ്യേണ്ടത്. പിന്നെ ഡോക്യുമെൻ്റ് ഡൗൺലോഡ് ചെയ്യലും. നിങ്ങൾ ചെയ്യേണ്ടത് 5-ാം തീയതി കഴിഞ്ഞ് ഒരു 2-3 ദിവസം നോൺ ജോയിനിങ് റിപ്പോർട്ട് കോളേജുകൾക്ക് കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ അയക്കാനുള്ള ഒരു സാവകാശം കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് പ്രോസസ്സും സ്റ്റേറ്റ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെയും 2ാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 7-ാം തീയതി 8-ാം തീയതിയൊക്കെ മുതലാണ്. 13-ാം തീയതി 11-ാം തീയതി 13-ാം തീയതി വരെയാണ് ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിനുള്ള ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള സമയം. കേരളത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് 2ാം ഘട്ട അലോട്ട്മെൻറ്റിന് ഓപ്പൺ ചെയ്യുമ്പോൾ 8-ാം തീയതിയോ 13-ാം തീയതി വരെ 7-ാം തീയതി മുതലോ 8-ാം തീയതി മുതലോ ഓപ്പണായി കിട്ടും. മിക്കവാറും 9-ാം തീയതി ആവാൻ സാധ്യതയുണ്ട്, 8-ാം തീയതി 9-ാം തീയതി ആവാൻ സാധ്യതയുണ്ട്. അത് തുടങ്ങുമ്പോൾ നിങ്ങൾ സൈറ്റിൽ കയറി കൺഫർമേഷൻ കൊടുക്കണം. കൺഫർമേഷൻ കൊടുത്താലേ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കൂ എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ഓർക്കുക. അപ്പോൾ ആ സമയമാകുമ്പോൾ സൈറ്റിൽ കയറുക. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കരിയർ ഗുരു വഴി ഓപ്ഷൻ ഫില്ല് ചെയ്ത ആളുകളെ ഗ്രൂപ്പിൽ നമ്മൾ അറിയിക്കുന്നതാണ്. തന്നെ ഗ്രൂപ്പിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ആ ടൈമിൽ നിങ്ങളത് ചെയ്യുക, കയറി കൺഫേം ചെയ്യുക. കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചോയ്സിൽ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ചോയ്സൊക്കെ അവിടെ കിടപ്പുണ്ടാവും. 15-ാമത്തെ കോളേജാണെന്ന് നിങ്ങൾക്ക് കിട്ടിയതെന്ന് വിചാരിക്കുക. ആ 15-ാമത്തെ കോളേജ് കഴിഞ്ഞ് അതിൻ്റെ മേലുള്ള 14 കോളേജുകളുടെ ലിസ്റ്റ് അവിടെ ഉണ്ടാവും. നിങ്ങൾ 14 ഗവൺമെൻറ് കോളേജുകൾ മാത്രമേ കൊടുത്തുള്ളൂ. നിങ്ങൾക്ക് വയനാട് കിട്ടി, താഴെയാണ് കാസർഗോഡ്, അതിന് മേലെയാണ് ഇടുക്കിയും പത്തനംതിട്ടയെങ്കിൽ അതുവരെയുള്ള കോളേജുകൾ കിട്ടും, താഴെയുള്ള കാസർഗോഡ് കോളേജ് പോകും. എന്നിട്ട് ഈ മാറ്റം ഇതിൽ തന്നെയും മാറ്റം വരുത്തണം. എന്തെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രിഫറൻസ് ഓർഡർ മാറ്റാനുണ്ടെങ്കിലോ മാറ്റം വരുത്തി സേവ് ചെയ്ത് ആ ഡോക്യുമെൻ്റ് കൂടി ഡൗൺലോഡ് ചെയ്തെടുത്ത് കയ്യിൽ വെക്കുക. ആ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തത്. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രോസസ്സ്. ജോയിൻ ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം തരുന്നതായിരിക്കും. സൂക്ഷ്മമായി കാര്യങ്ങൾ ചെയ്ത് കൃത്യമായ അഡ്മിഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാൻ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. Career Guru, molding your future.